ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ അട ഉണ്ടാക്കാൻ നമുക്ക് ചക്കയുടെ ആവശ്യമൊന്നുമില്ല. ചക്കട പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ചക്കയുടെ ആവശ്യം വന്നില്ല. ചക്ക ഇല്ലാതെ തന്നെ ചക്ക അടയുടെ ടേസ്റ്റിലാണ് ഞാനിവിടെ അട ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി 2 ഏത്തപ്പഴം ഞാനിവിടെ 2 കഷ്ണങ്ങളാക്കി ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. എത്ര നല്ല പോലെ പഴുത്ത പഴമായാലും കുഴപ്പമൊന്നുമില്ല. ഇനി പഴുക്കാത്ത പഴമായാലും പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിൻ്റെ മുഴുവൻ തൊണ്ട് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒന്ന് അരഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് കൂടെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നനവ് അല്പം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല പഴുത്ത പഴമായതുകൊണ്ട് വേറെ നനവിൻ്റെ ആവശ്യം വന്നില്ല. അതുപോലെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചധികം തേങ്ങ ഇട്ടത് കൊണ്ട് തേങ്ങാക്കൊത്തൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതുപോലത്തെ വാഴയില എടുത്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഈ മാവിൽ നിന്നും 1 സ്പൂണോ 2 സ്പൂണോ എടുത്ത് ഈ ഇലയിലേക്ക് വച്ച് കൊടുക്കാം. ഇത് ഈ ഇല മടക്കിക്കൊണ്ട് കൈകൊണ്ട് പതുക്കെ നമുക്ക് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കാം. തീരെ കനം കുറച്ച് നമുക്ക് നിരത്തി കൊടുക്കാം. ഇതുപോലെ തീരെ കനം കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ കനം കുറച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇത് മുഴുവൻ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇനി അടുപ്പത്തൊരു പാത്രം വെച്ചുകൊണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു അരിപ്പ പാത്രം മുകളിൽ വെച്ച് അതിലേക്ക് ഈ അട വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള മുഴുവൻ അടയും ഇതുപോലെ റെഡിയാക്കി നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ മുഴുവൻ അടയും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. കറക്റ്റ് സമയമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് തുറന്ന് നോക്കി വെന്തെന്ന് തോന്നിയാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ അടയെല്ലാം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തുകൊണ്ട് ഇത് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ ഇതിൻ്റെ തൊണ്ട് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട തയ്യാറായിട്ടുണ്ട്. ചക്ക ഇല്ലാതെ തന്നെ ചക്ക അട ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.